സംഘർഷവും തെറ്റിദ്ധാരണകളും നിറഞ്ഞ ലോകത്തിൽ മനുഷ്യരാശിയെ സമാധാനത്തിലേക്കും ആത്മീയതയിലേക്കും വിളിച്ച ഒരു ശാന്തമായ ശബ്ദം ഇന്ത്യയിൽ നിന്നുയർന്നു. ആ ശബ്ദം മൗലാന വഹീദുദ്ദീൻ ഖാന്റേതായിരുന്നു. ഇസ്ലാമിക പണ്ഡിതൻ, ചിന്തകൻ, എഴുത്തുകാരൻ. തന്റെ ജീവിതകാലം മുഴുവൻ സമാധാനം, സഹവർത്തിത്വം, ആത്മപരിഷ്കാരം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തി. മൗലാന വഹീദുദ്ദീൻ ഖാൻ 1925 ജനുവരി 1 ഉത്തർപ്രദേശിലെ അസംഗഡ് എന്ന പട്ടണത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം അറിവിനോടും മതചിന്തയോടും ആഴത്തിലുള്ള താൽപ്പര്യം കാണിച്ചു. പരമ്പരാഗത വിദ്യാഭ്യാസത്തിനു പുറമെ അദ്ദേഹം സ്വയം വായനയിലൂടെ തത്വചിന്ത, ശാസ്ത്രം, ഖുർആൻ എന്നിവ ആഴത്തിൽ പഠിച്ചു. കാലക്രമേണ അദ്ദേഹം ഒരു പ്രധാന ആശയം മുന്നോട്ടുവെച്ചു. ഇസ്ലാമിന്റെ യഥാർത്ഥ ദൗത്യം സമാധാനവും ആത്മീയ ഉണർവും മനുഷ്യരുടെ നന്മയുമാണ്. സംഘർഷത്തിനും ഹിംസയ്ക്കും പകരം മനുഷ്യരെ ജ്ഞാനത്തോടെയും സഹിഷ്ണുതയോടെയും സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ശാന്തമായ ദൗവത്ത് തന്നെയാണ് മുസ്ലിംകളുടെ യഥാർത്ഥ ഉത്തരവാദിത്വമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1976 അദ്ദേഹം ന്യൂഡൽഹിയിൽ ഇസ്ലാമിക് സെന്റർ സ്ഥാപിച്ചു. അത് അദ്ദേഹത്തിന്റെ ചിന്തകളും സന്ദേശങ്ങളും ലോകത്തേക്കെത്തിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി മാറി. അദ്ദേഹം അൽ റിസാല എന്ന മാസികയും ആരംഭിച്ചു. ഈ മാസികയിലൂടെ അദ്ദേഹം ഇസ്ലാമിനെ ആധുനിക സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ മൗലാന വഹീദുദ്ദീൻ ഖാൻ തന്റെ ജീവിതകാലത്ത് 200-ലധികം പുസ്തകങ്ങൾ രചിച്ചു. അവയിൽ ദ പ്രോഫറ്റ് ഓഫ് പീസ്, ഇസ്ലാം ആൻഡ് പീസ്, ദ ഖുർആൻ, ട്രാൻസ്ലേഷൻ ആൻഡ് കോമന്ററി എന്നീ ഗ്രന്ഥങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധ നേടി. അദ്ദേഹത്തിന്റെ ചിന്തകൾ മതങ്ങൾക്കിടയിലെ സംവാദത്തെയും മനുഷ്യരാശിയുടെ സമാധാനപരമായ സഹവർത്തിത്വത്തെയും ശക്തമായി പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് അംഗീകാരമായി ഭാരത സർക്കാർ അദ്ദേഹത്തിന് 2000 പത്മഭൂഷൺ പുരസ്കാരവും 2021 പത്മവിഭൂഷൺ പുരസ്കാരവും നൽകി. 2021 ഏപ്രിൽ 21 96-ാം വയസ്സിൽ ന്യൂഡൽഹിയിൽ മൗലാന വഹീദുദ്ദീൻ ഖാൻ അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സന്ദേശം അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സമാധാനത്തിനും ആത്മീയതയ്ക്കുമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ പീസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന സംഘടനയിലൂടെയും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും ലോകമെമ്പാടും മനുഷ്യരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൗലാന വഹീദുദ്ദീൻ ഖാൻ, സമാധാനത്തിന്റെ പണ്ഡിതൻ, ആത്മീയതയുടെ ശബ്ദം, മനുഷ്യരാശിയെ ചിന്തിപ്പിച്ച ഒരു മഹത്തായ ചിന്തകൻ.